യേശുനാഥനോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. 12 ശിഷ്യന്മാരോടൊപ്പം യേശുനാഥനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദുഷ്ടാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും സുഖപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും ഹെറോദസിൻ്റെ കാര്യസ്ഥനായ കൂസയുടെ ഭാര്യ യോവാനായും സൂസന്നയും മറ്റ് സ്ത്രീകളും യേശുവിനോടൊപ്പം ശിഷ്യന്മാരോടുകൂടെ കർത്താവിനെ അനുഗമിച്ചിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്നു. ഒന്നാമതായി സുവിശേഷത്തിലുള്ള അസാധാരണത്വം. സ്ത്രീകളെ ഉൾപ്പെടുത്തിയത് വളരെ അസാധാരണമായ ഒരു കാര്യമാണിവിടെ. യേശുവിൻ്റെ യാത്രാസംഘത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യം യഹൂദരെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വിരുദ്ധവും അപ്രതീക്ഷിതവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ യേശുനാഥൻ്റെയും ശിഷ്യന്മാരുടെയും സുവിശേഷ വേലകളിൽ സഹായമായി നിലകൊണ്ട സ്ത്രീകളുടെ സാന്നിധ്യം കർത്താവായ യേശുനാഥനെ ജാതി ഭേദമോ ലിംഗഭേദമോ ഇല്ലാത്ത യേശുനാഥൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഭാവമാണത്. രണ്ടാമതായി സ്ത്രീകളുടെ പിന്തുണ ശ്രദ്ധേയമായിരുന്നു. സ്വന്തം ആവശ്യങ്ങളും സംഘത്തിൻ്റെ ആവശ്യങ്ങളും ചെയ്തുകൊണ്ട് സ്ത്രീകൾ യേശുവിൻ്റെ ശുശ്രൂഷയെ പിന്തുണച്ചു. കർത്താവായ യേശുനാഥൻ്റെ സുവിശേഷ വേലയിൽ എപ്പോഴും ഈ ലോകത്തിൽ സാമ്പത്തികമായ സഹായം ആവശ്യമായിരുന്നു. പലപ്പോഴും എന്തിനാണ് പണം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക്, ഈ ഭൂമിയിലുള്ള സഹകരണവും സഹായവും ദൈവ ഇടപെടലിന് അത്യന്താപേക്ഷിതമാണ്. പരസ്പര പൂരകങ്ങളായ സ്ത്രീ സാന്നിധ്യങ്ങൾ, തിന്മകളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും ഒക്കെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന സ്ത്രീകൾ, തൻ്റെ ജീവിത സാക്ഷ്യം വഴി തൻ്റെ കൂടെ തന്നെ അനുഗമിച്ച സ്ത്രീകൾ, അങ്ങനെ പലവിധമായ സ്ത്രീ സാന്നിധ്യങ്ങളായിരുന്നു കർത്താവിനോട് ചേർന്ന് നിന്നിരുന്നത്. മാറ്റി നിർത്തുവാൻ ഉള്ള കാരണങ്ങളല്ല, ചേർത്ത് നിർത്തുവാനുള്ള പല കാരണങ്ങളാണ് കർത്താവ് എപ്പോഴും അവരിൽ കണ്ടത്. മൂന്നാമതായി സ്ത്രീകളുടെ സ്വാധീനമാണ്. കർത്താവായ യേശുനാഥൻ്റെ സുവിശേഷ ദൗത്യത്തിൽ, യേശുനാഥൻ്റെ സുവിശേഷ ജീവിതത്തിൽ സ്ത്രീകൾ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ സ്വാധീനം പരിശുദ്ധ അമ്മയുടേതായിരുന്നു. ശേഷം ഓരോ തവണയും കർത്താവിൻ്റെ യാത്രകളിൽ സ്ത്രീകളുടെ സ്വാധീനം കർത്താവിൻ്റെ ജീവിതത്തിൽ ഉള്ളതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇവിടെയും സ്ത്രീകളുടെ സ്വാധീനം, സ്ത്രീകളുടെ സഹകരണം, സ്ത്രീകളുടെ അനുഗമിക്കലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുനാഥൻ പറയാതെ പറയുന്നത്, സ്ത്രീകളെ മാറ്റി നിർത്തി ഒരു സുവിശേഷമില്ല, ഒരു ക്രിസ്തു യാത്രയില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ക്രിസ്തുവിനോട് ചേർന്ന് അല്ലാതെ ഒരു യാത്രയും ഉണ്ടാകുവാൻ പാടില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ, പുരുഷനും സ്ത്രീയും ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ദൈവോന്മുഖമായി നമ്മൾ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടവരാണ് എന്ന്. ഏറ്റവും ഒടുവിലായി സ്ത്രീകളുടെ മാതൃക. മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ആ സ്ത്രീകൾ നിലകൊള്ളുകയാണ്. യേശുവിൻ്റെ സഹായത്തിനു വേണ്ടി യേശുവിനെ അനുഗമിച്ചിരുന്ന ഒത്തിരി പേരിൽ നിന്നും വ്യത്യസ്തമായി യേശുവിനെ സഹായിക്കുവാൻ വേണ്ടി യേശുവിനെ അനുഗമിച്ചിരുന്ന ചില സ്ത്രീകൾ, അവരുടെ ജീവിതത്തിൽ യേശുനാഥൻ നടത്തിയ സ്വാധീനത്തിൻ്റെ പേരിൽ അവർ കർത്താവായ യേശുനാഥനോട് ചേർന്ന് നടന്നു. യേശുവിൻ്റെ യാത്രയിൽ, ഗലീലയിൽ നിന്ന് ജെറുസലം വരെയുള്ള യാത്രയിൽ ലൂക്കാ സുവിശേഷത്തിൽ ഈ സ്ത്രീകളുടെ സാന്നിധ്യം വായിച്ചെടുക്കുവാനാകും. അങ്ങ് കുരിശിൻ്റെ താഴെയും ഈ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഭവനത്തിൽ കുടുംബനാഥനും കുടുംബനാഥയും ഒരുപോലെ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറേണ്ടതുണ്ടെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക കൂടിയാണിവിടെ. നമുക്ക് യേശുവിനോട് ചേർന്ന് നമ്മുടെ മധ്യയുള്ള അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ വ്യക്തികളായി തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് നമുക്ക് നടക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.